fatty liver. fatty liver. Fatty liver. Fatty liver. ഇപ്പോഴത്തെ ഒരു കാലത്ത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ കണക്ക് പ്രകാരം 40% ആളുകൾക്കാണ് ഫാറ്റി ലിവറിന്റെ പ്രശ്നം കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ പോപ്പുലേഷനിൽ ഡിറ്റക്ട് ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 3 പേര് എടുക്കുകയാണെങ്കിൽ ആ 3 പേർക്ക് നമ്മളൊരു USG ചെയ്തു, അൾട്രാസോണോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരാൾക്കെങ്കിലും തീർച്ചയായിട്ടും ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങൾ ഡിറ്റക്ട് ചെയ്യാറുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെ അതിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണ് കൂടുതലും ഫാറ്റി ലിവറിന്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വരെ ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അപ്പൊ ശരിക്കും എന്താണ് ഈ ഫാറ്റി ലിവർ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുക, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇതിൽ ഉണ്ടാകുക, എങ്ങനെ നമുക്ക് ഇതിനെ മാറ്റാനായിട്ട് പറ്റും, പൂർണ്ണമായിട്ട് പെർമനന്റ്ലി എങ്ങനെ നമുക്കിതിനെ മാറ്റാനായിട്ട് പറ്റും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 2 മാസം നല്ല രീതിയിൽ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ പെർമനന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റി ലിവറിനെ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമല്ല. 100% മരുന്നൊന്നും ഇല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഫാറ്റി ലിവർ ഒക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് അങ്ങനെ വലിയ ടെൻഷൻ ഒന്നും ആവണ്ട, നമുക്ക് ട്രീറ്റ് ചെയ്യാൻ തന്നെ പറ്റും. പക്ഷേ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇതൊരു അലാമാണ്, അതൊരു സിഗ്നൽ പോലെയാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി നമുക്കിപ്പോ ഉണ്ടെന്ന് അറിയാണ്, ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഉണ്ട് എന്നൊക്കെ അറിഞ്ഞ് നമ്മളതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറെ ആൾക്കാരുണ്ട് ആ ഫാറ്റി ലിവർ അല്ല എല്ലാവർക്കും ഉള്ള കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ പ്രത്യേകിച്ച് അതിന് കെയർ ഒന്നും കൊടുത്തില്ല എങ്കിൽ ഇതിന്റെ ഗ്രേഡ് കൂടും. അതായത് ഗ്രേഡ് 1 ഗ്രേഡ് 2 മാറും, ഗ്രേഡ് 3 മാറും. അങ്ങനെ അത് പോയി കഴിഞ്ഞാൽ മറ്റ് അവയവങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു പല രോഗങ്ങൾ ഉണ്ടാക്കാനും വളരെ ചാൻസ് കൂടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഈ ഒരു ഫാറ്റി ലിവർ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ലിവറിന്റെ മുകളിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് ഫാറ്റി ലിവർ എന്ന് പറയാ. കുറച്ചൊക്കെ ഫാറ്റുകൾ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ആ ഫാറ്റ് ഒരു 5 മുതൽ 10% വരെ ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മൾ അതിനെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. 2 തരത്തിൽ ഫാറ്റി ലിവർ ഉണ്ട്, ആൽക്കഹോളിക് ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും മദ്യപാനം ഒക്കെ ചെയ്യുന്നവരുടെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം ഒന്നും ചെയ്യാതെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ. അത് ഇതുകൊണ്ടാണ് ഉണ്ടാകുക, നമ്മുടെ ലൈഫ് സ്റ്റൈലിലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലും ഭക്ഷണ രീതികളിൽ ഉണ്ടാകുന്ന പലതരം മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മൾ ഉറക്കൊന്നും മര്യാദയ്ക്ക് ഉണ്ടാകുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷൻ കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഗ്രേഡ്, ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ വലിയൊരു ലക്ഷണങ്ങളൊന്നും കാണിച്ചു തരില്ല. പക്ഷെ അത് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് മാറുകയാണെങ്കിൽ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3 പോവുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ഈ ഫാറ്റ് നമ്മുടെ ലിവറിന്റെ സെൽസിനെ ഡാമേജ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ സമയത്ത് നമ്മൾ വലിയൊരു കെയർ ഒന്നും കൊടുത്തില്ലെങ്കിൽ പതുക്കെ പതുക്കെ പല രോഗങ്ങളിലേക്ക് അത് മാറാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേജിലേക്കാണ് കുറച്ചൊരു ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻ, ലിവർ സിറോസിസ് എന്ന് നമ്മളിതിനെ പറയും. ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ലിവറിന്റെ സെൽസിനെ പൂർണ്ണമായിട്ട് ഡാമേജ് ചെയ്യുക അല്ലെങ്കിൽ ഫുൾ ഫംഗ്ഷൻ അങ്ങനെ കുറഞ്ഞു പോവുക, ലിവർ നന്നായിട്ട് ചുരുങ്ങി വരിക, ഈ കണ്ടീഷനൊക്കെയാണ് ലിവർ സിറോസിസിലേക്ക് പോകുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ ഇത് കുറച്ചും കൂടി ക്രോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ഇനി നിങ്ങൾക്ക് ശരീരഭാരം നന്നായിട്ടുണ്ട്, കുടവയറൊക്കെ നന്നായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനായിട്ടുള്ള ധാരാളം ചാൻസസ് കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ധാരാളം മധുര പലഹാരങ്ങള്, എണ്ണയിൽ വറുത്തു പൊരിച്ച കുറെ ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, വല്ലപ്പോഴൊക്കെ കഴിക്കാന്നല്ല നിരന്തരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നോൺ വെജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ധാരാളമായിട്ട് പെയിൻ കില്ലർ പോലെയുള്ള കാര്യങ്ങൾ, സ്റ്റിറോയിഡ് പോലെയുള്ള മെഡിസിൻസും കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവരിലും ധാരാളം ചാൻസസ് ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ടാകാനായിട്ട്. മറ്റൊരു സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ ഷുഗറും ഹൈ ബി പിയും ഷുഗറും കൺട്രോൾ അല്ല, അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിലും ഫാറ്റി ലിവറിന്റെ ഒരു ചാൻസസും അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ലക്ഷണങ്ങളൊന്നുമില്ല, പക്ഷെ ചില ലക്ഷണങ്ങൾ ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. ഒന്നാമത്തെ ഒരു ലക്ഷണം നോക്കുകയാണെങ്കിൽ കാലുകളിലും കൈകളിലും ഒക്കെ അതേപോലെ ചെറിയ ചെറിയ ചുവന്ന കളറിലുള്ള ഡോട്ട്സ് പോലെ ഉണ്ടാകും. അതുപോലെ രണ്ടാമത് നന്നായിട്ട് ക്ഷീണം തോന്നുക, നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും പക്ഷെ എന്നാലും എപ്പോഴും ഒരു ക്ഷീണം പോലെ തോന്നുകയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ലക്ഷണം നമ്മുടെ വലത്തേ ഭാഗത്ത്, അതായത് വാരിലിന്റെ അടിയിലത്തെ ഒരു ഭാഗത്തായിട്ട്, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എപ്പോഴും വേദന തോന്നാം. ചില ആളുകളിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ, കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ, പിന്നെ കൂടുതലും കെടുക്കാൻ പോകുന്ന നേരത്തായിരിക്കും, കെടുക്കുന്ന സമയത്തായിരിക്കും ഈ വേദന കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാകുക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് കണ്ടുവരുന്നതാണ്. പിന്നെ ചെറിയ കഴുത്തിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഡാർക്ക് കളറിലുള്ള ഒരു പാച്ച് പോലെ കാണാം, സ്കിൻ ടാഗ്, പാലുണ്ണി പോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും നമുക്ക് ശരീരത്തിൽ കൊഴുപ്പ്
കൂടിയിട്ടുണ്ടാകുന്ന കണ്ടീഷൻസ് ഒക്കെയാണ്. അപ്പൊ ഇത്തരം ലക്ഷണങ്ങളിൽ നമുക്ക് ഫുൾ ആയിട്ട് കൺഫേം ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവറിന്റെ ഫംഗ്ഷൻ ടെസ്റ്റും അതുപോലെ തന്നെ USG അൾട്രാസോണോഗ്രാഫി, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ, ഏതാണ് ഗ്രേഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾ വെറുതെ തല പോക്കാനും നിൽക്കണ്ട. എഗെയിൻ ഞാനിവിടെ പറയാണ്, ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഡിസീസ് മാത്രമാണ്, ഒരു മേജർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. അപ്പൊ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഭക്ഷണ രീതിയിലും അതുപോലെ തന്നെ എക്സസൈസും, ഈ രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ തന്നെ ഈ ഒരു കാര്യം നമുക്ക് മാറ്റാനായിട്ട് പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ഡയറ്റ് പ്ലസ് എക്സസൈസ് ഈക്വൽ ടു ഹെൽത്തി ലിവർ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഫാറ്റി ലിവർ ഉള്ള കണ്ടീഷൻസിൽ എന്ത് ഡയറ്റ് ഫോളോ ചെയ്യണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒട്ടുമിക്ക ഡോക്ടേഴ്സ് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും, ഫാറ്റി ലിവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തടി കുറച്ചാൽ മതി എന്ന് പല പേഷ്യൻസിനോടും പറയാറുണ്ടല്ലേ. ശരിയാണ്, നമ്മുടെ ഡയറ്റിൽ ഒന്ന് ഫോക്കസ് ചെയ്താൽ തന്നെ മാറാവുന്ന കാര്യമേ ഉള്ളൂ. അതിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഔട്ട്സൈഡ് ഫുഡിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ, വറുത്തു പൊരിച്ച ഭക്ഷണങ്ങൾ, ബേക്കറി ഐറ്റംസ്, ചൈനീസ് ആയിട്ടുള്ള ഫുഡുകൾ. അവ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഒഴിവാക്കാനായിട്ട് നോക്കുക. വീട്ടിൽ കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുക. വീട്ടിൽ കുക്ക് ചെയ്ത ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളീസ് കൂടുതലും കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കഴിക്കുന്നവരാണ്, ചോറ് പോലെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് കഴിക്കുന്നവരാണ്. അപ്പൊ മൈദ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക. ചോറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി ഇൻക്ലൂഡ് ചെയ്യാം. ചപ്പാത്തി എന്ന് പറയുമ്പോൾ രണ്ട് ചപ്പാത്തി, മാക്സിമം ഒരു രണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചപ്പാത്തി, ഈ 4-5 ചപ്പാത്തി അങ്ങനെ കഴിക്കരുത് കേട്ടോ. അതുപോലെ മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത്തിന, ചാമ, ഞവര, റാഗി, ഈ പറയുന്ന കാര്യങ്ങളും ഏതെങ്കിലും ഫോമിൽ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഒരു ദിവസം നിങ്ങൾ റാഗി കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ചാമ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും പ്രിപ്പറേഷൻസ്, കഞ്ഞി വെച്ച് കുടിക്കുക അല്ലെങ്കിൽ ചപ്പാത്തി പോലെ ഉണ്ടാക്കുക, ഏതെങ്കിലും ഒരു ഫോമിൽ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കുക. പോർഷൻ കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 70% നിങ്ങൾ നന്നായിട്ട് പച്ചക്കറികളും സാലഡ്സും അങ്ങനെ പരിപ്പ് വർഗ്ഗങ്ങളും അത് ഉൾപ്പെടുത്തുക. 30% കാർബോഹൈഡ്രേറ്റ്, ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ഞാനിവിടെ പറഞ്ഞ മില്ലറ്റ്സ് കൊണ്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. 70-30% ഈ ഒരു പ്രൊപ്പോർഷൻ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഭക്ഷണത്തില് പയറ് വർഗ്ഗങ്ങളും പരിപ്പ് വർഗ്ഗങ്ങളും നന്നായിട്ട് ഏതെങ്കിലും ഒരു ഫോമിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. അതായത് ചെറുപയറ്, കടല, പരിപ്പ്, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തണം. കാരണം ഇതിൽ ഫൈബറിന്റെ കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ളത് കൊണ്ടാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ദിവസവും ഒരു നേരം നിങ്ങൾ ഭക്ഷണത്തിൽ സാലഡ് ഉൾപ്പെടുത്തുക. കൂടുതലും ഒരു പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ടൈം നോക്കുകയാണെങ്കിൽ ലഞ്ച് കഴിക്കുക, നമ്മൾ ഉച്ചയൂണ് കഴിക്കുന്നതിന്റെ 1 മണിക്കൂർ മുന്നേ നിങ്ങൾ ഒരു ബോള് പച്ചക്കറി സാലഡ് കഴിക്കുക. സാലഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഉപയോഗിക്കാം, ക്യാബേജ് ഉപയോഗിക്കാം, ബീട്രൂട്ട് അല്ലെങ്കിൽ കിക്കുംബർ, ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ലെമണും കൂടി ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഉച്ചയ്ക്ക് ലഞ്ചിന് മുന്നേ ആയിട്ട് ഒരു ബോൾ സാലഡ് നിത്യവും കഴിക്കാനായിട്ട് നോക്കുക. നാലാമത്തെ ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഒരു ഫ്രൂട്ട് കഴിക്കുക. ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ പഴങ്ങള്, ആപ്പിള്, പപ്പായ അല്ലെങ്കിൽ തണ്ണിമത്തൻ, പേരയ്ക്ക, പഴം, ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ വെക്കാനായിട്ട് നോക്കുക. അവസാനത്തെ ഒരു കാര്യമാണ് സീസണൽ ആയിട്ടുള്ള വെജിറ്റബിൾസ്. നമുക്ക് ഈ സീസണിൽ നമ്മുടെ ഏത് കാലാവസ്ഥയാണോ ആ കാലാവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന പച്ചക്കറികൾ എന്താണോ അത് നന്നായിട്ട് തോരൻ വെച്ചിട്ട് കഴിക്കാനായിട്ട് കൂടി നോക്കുന്നത്. അപ്പൊ നമ്മൾ ഈ 5 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഇനി മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പല ആളുകളും പല രീതിയിലും ചെയ്യും. നിങ്ങൾ മറ്റൊന്നും കേൾക്കേണ്ട, ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ രാവിലെ ഒരു 10 മണി ആവുന്ന സമയത്ത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് വിചാരിക്കുക. ശേഷം നിങ്ങൾ 2 മണി ആവുന്ന സമയത്ത് നിങ്ങളുടെ ലഞ്ച് കഴിച്ചു. എന്നിട്ട് നിങ്ങൾ ഒരു 7 മണി ആവുന്ന സമയത്ത് നിങ്ങളുടെ ഡിന്നർ, രാത്രിയത്തെ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കാനായിട്ട് നോക്കുക. 7 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 9 മണി 10 മണി വരെ നിങ്ങൾ ഒന്നും കഴിക്കരുത്. ഈ ഒരു സമയത്തിന് നമുക്ക് എത്ര മണിക്കൂർ കിട്ടി? ഒരു 12-13, മാക്സിമം ഒരു 15 മണിക്കൂറോളം നമ്മുടെ വയറ് കാലിയായിട്ട് കിട്ടുകയാണ്. ഇത്രയാണ് നമ്മൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗോട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പല ആളുകളും ദിവസം മുഴുവനും ഒന്നും കഴിക്കാതെ ഇങ്ങനെ പട്ടിണി കിടക്കുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ദിവസത്തിൽ ഈ ഒരു പ്രൊപ്പോർഷനിൽ ഈ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ രാത്രിയത്തെ ഭക്ഷണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആ ഒരു 15 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുത്ത് നിങ്ങളുടെ വയറിനെ കാലിയാക്കി വിടാനായിട്ട് നോക്കുക. ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആണ്. നിങ്ങളുടെ ഫാറ്റി ലിവർ കുറയാൻ, നിങ്ങളുടെ തടി കുറയ്ക്കാൻ, നിങ്ങളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ എല്ലാത്തിനും നല്ലൊരു കാര്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനായിട്ട് നോക്കും. നമ്മുടെ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് നിങ്ങൾ ബോഡിക്ക് എക്സസൈസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗ ചെയ്യാം, വെയിറ്റ് ട്രെയിനിങ് പോലെയുള്ള എക്സസൈസ് ചെയ്യാം, റണ്ണിങ് ചെയ്യാം.
നിങ്ങളെ കൊണ്ട് എന്താണോ പറ്റുന്നത്, യോഗ ചെയ്യാം. എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 20 മിനിറ്റ് ദിവസവും എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് ടിപ്സ് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യമാണ് കരിമ്പിന്റെ ജ്യൂസ്. കരിമ്പിന്റെ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റി ലിവറിന്റെ കണ്ടീഷനും വളരെയധികം നല്ലൊരു കാര്യമാണ്. ഈ ജോണ്ടിസ് പോലെയുള്ള കണ്ടീഷൻസ് വരില്ലോ, അപ്പൊ പല ഡോക്ടേഴ്സും പറയുന്നത് കേൾക്കാം കരിമ്പിന്റെ ജ്യൂസ് കുറച്ചുകൂടി നല്ലതാണെന്നുള്ള കാര്യം. സെയിം ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷെ കരിമ്പിന്റെ ജ്യൂസ് കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെന്ന് വിചാരിക്കാം, നല്ല രീതിയിൽ നിങ്ങളുടെ ഷുഗർ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും കരിമ്പിന്റെ ജ്യൂസ് അഡ്വൈസ് ചെയ്യില്ല. കാരണം ഷുഗറിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കിപ്പോ കരിമ്പിന്റെ ജ്യൂസ് കുടിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നോ അത്രത്തോളം നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് തരും, അത് നിങ്ങൾ കഴിക്കരുത്. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വാങ്ങാം. അതിലിങ്ങനെ ഐസ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇടാതെ നിങ്ങൾ കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി ഐസും അതുപോലെ തന്നെ ഉപ്പ്, ചിലർ ഉപ്പിട്ടിട്ട് തരുന്നത് കാണാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ കുടിക്കരുത്. ഇനി നാലാമത്തെ കാര്യം, കഴിക്കേണ്ടത് എത്രത്തോളം നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അല്ലെങ്കിൽ ഭക്ഷണത്തിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് 1 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1 മണിക്കൂർ ശേഷം, ഉച്ചക്കലത്തെ ലഞ്ചിന് 1 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം, ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ഒരിക്കലും നിങ്ങൾ ഭക്ഷണം കഴിച്ചു ഉടനെ നിങ്ങൾ കരിമ്പിന്റെ ജ്യൂസ് കുടിക്കാതിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷെ ഇത് കുടിക്കേണ്ട ഒരു ഡ്യൂറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 2 മാസത്തോളം 1 ഗ്ലാസ് ഒരു ദിവസം അങ്ങനെയുള്ള ലെവലിൽ മാത്രം കുടിച്ചാൽ മതി. കൺസിസ്റ്റന്റ് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എഗെയിൻ ഞാൻ പറയാണ്, ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കിയും കണ്ടും മാത്രം കുടിക്കാൻ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചമഞ്ഞൾ ഉണ്ടല്ലോ, പച്ചമഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞളിന്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു 1/4 ടീസ്പൂൺ 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ വെറും വയറ്റിൽ ഇട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ പച്ചമോരിൽ നമ്മൾ കുറച്ച് 2 3 4 കറിവേപ്പിലയുടെ ഇലയുണ്ടല്ലോ, നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് തിരുമ്മിയിട്ടിട്ടിട്ട് ആ ഒരു പച്ചമോര് കുടിക്കുന്നത്, വെറും വയറ്റിൽ കുടിക്കുന്നതും അതും നല്ലൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് റെമഡീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. എഗെയിൻ ഞാൻ പറയാണ്, റെമഡിയിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ എക്സസൈസും ഡയറ്റും നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവറിനെ മാറ്റാനായിട്ട് പറ്റും. ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൺസിസ്റ്റന്റ് ആയിട്ടൊരു 2 മാസം നിങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴത്തെ റിപ്പോർട്ടും 2 മാസത്തിന് ശേഷമുള്ള റിപ്പോർട്ടും നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങൾക്ക് തന്നെ മാറ്റം കാണാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.